ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ 6th മാത്സ് ഓണം എക്സാമിന്റെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സോ മോഡൽ എക്സാം പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given here are some statement about the picture. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ സർക്കിളിന്റെ കുറച്ച് പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ആംഗിൾ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 144 ഡിഗ്രി ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ട്രൂ ആണ്, ഏതൊക്കെ ഫോൾസ് ആണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. സോ ആ പിക്ചർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കൊടുത്തിരിക്കുന്ന ആംഗിൾ എത്രയാണ്? ആ ഷെയ്ഡഡ് പാർട്ടിന്റെ ആംഗിൾ ആണ്. അതായത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണ് 144 ഡിഗ്രി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താ? ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ 360 ഡിഗ്രിയുടെ 144 ഡിഗ്രി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 360 ഡിഗ്രിയുടെ ആ ഒരു ടോട്ടൽ പാർട്ടിന്റെ 144 ഡിഗ്രി, ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 144/360. അപ്പോൾ ടോട്ടൽ 360 ആണ്, അതിന്റെ 144 പാർട്ട്. അപ്പൊ അതാണ് നമുക്ക് അവിടെ കണ്ടെത്താനുള്ളത്. ഓക്കെ, അപ്പൊ അതൊരു ഫ്രാക്ഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിന്റെ ഏറ്റവും സിംപ്ലർ ഫ്രാക്ഷൻ ആക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റണം. ഓക്കെ, നിങ്ങൾ പല മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വളരെ എളുപ്പത്തിൽ ഇവിടെ ചെയ്യുന്നത്, എനിക്ക് ഇവിടെ 144നെ 72 × 2 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, ഡിവൈഡഡ് ബൈ 360യെ ഞാൻ 72 × 5 എന്ന് പറയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. സോ 72നെയും ഞാൻ കോമൺലി കട്ട് ചെയ്തു. അവിടെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ട് എനിക്ക് വരുന്നത് 2/5 ആണ്. അതായത് 144 ഡിവൈഡഡ് ബൈ 360 എന്ന് പറഞ്ഞാലും 2/5 എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അത് എന്തുതന്നെയാണ്? സെയിം തന്നെ ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പല മെത്തേഡ്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ സിംപ്ലർ ആയി ഫീൽ ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. അതായത് 144 ഡിവൈഡഡ് ബൈ 360നെ 144 ഡിവൈഡഡ് ബൈ 2 72 ആണ്. 360 ഡിവൈഡഡ് ബൈ 2 180 ആണ്. ഓക്കെ, അങ്ങനെ വീണ്ടും ചെറുതാക്കി അങ്ങനെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്തുന്ന ആൻസർ എന്തായിരിക്കും? എപ്പോഴും 2/5 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2/5 ആണ് കിട്ടേണ്ടത്. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 2/5 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ആണോ? അത് കറക്റ്റ് ആണോ? ആണ് അല്ലേ? നമുക്ക് 2/5 പാർട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഷെയ്ഡ് ചെയ്തതായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് കറക്റ്റ് ആണ്. സോ ഞാനൊരു ടിക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് 1/3 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്. 1/3 പാർട്ട് ആണോ? അല്ല. ദാറ്റ് മീൻസ് അത് റോങ് ആണ്. മൂന്നാമത്തെ നോക്കാം, 2/10. എടാ, 2/10 നമ്മളൊന്ന് ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 2/10നെ 2നെ നമുക്ക് 2 × 1 എന്ന് പറഞ്ഞൂടെ? ഡിവൈഡഡ് ബൈ 10നെ നമുക്ക് 2 × 5 എന്ന് പറഞ്ഞൂടെ? സോ 2നെ ഞാൻ കോമൺലി കട്ട് ചെയ്തു. ബാക്കി എത്ര വരുന്നത്? 1/5 അല്ലേ? ഓക്കെ, അപ്പോൾ 1/5 നമുക്ക് ഇവിടെ പറ്റുമോ? നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് വേണ്ടത് എത്രയാണ്? നമുക്ക് വേണ്ടത് 2/5 ആണ്. ഓക്കെ, സോ അതെന്താണ്? റോങ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കാം, 4/10. 4/10നെയും ഒന്ന് ചെറുതാക്കാം, സിംപ്ലർ ഫോമിലേക്ക് ആക്കാം. 4/10 = 2 × 2 എന്ന് എഴുതിക്കൂടെ 4നെ? അതുപോലെ തന്നെ 10നെ 2 × 5 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് മീൻസ് രണ്ട് കോമൺലി വരുന്ന 2നെ ഞാൻ ക്യാൻസൽ ചെയ്തു. ആൻസർ 2/5 ആണ്. അത് തന്നെയാണല്ലോ നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, സോ അതെന്താണ്? കറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തതും അതുപോലെ തന്നെ ഫസ്റ്റും ഫോർത്തും ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആ രൂപത്തിൽ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1 and 4 ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഫിഗർ ഇൻ ഗിവൺ മെഷേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഗിവൺ മെഷർമെന്റ്സ്. താഴെ തന്നിരിക്കുന്ന ആ ഒരു അളവുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പിക്ചർ നിങ്ങളോട് വരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ള ഒരു രൂപം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബേസിൽ അല്ലേ, ബേസ് അതായത് ആ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് 6 സെന്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു 6 സെന്റിമീറ്റർ ലൈൻ വരക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ലൈനാണ് നെക്സ്റ്റ് നിങ്ങൾ വരക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇത് 90 ഡിഗ്രി ആണെന്നുള്ളത് അല്ലേ, പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 90 ഡിഗ്രി വരക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടും 90 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് 90 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യുക, ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് ഈ ഒരു വേർട്ടെക്സിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അവിടെ കൃത്യമായിട്ട് സ്കെയിൽ കൊണ്ട് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. സോ ആ ഒരു ലൈനും കൃത്യമായിട്ട് നിങ്ങൾ വരച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെങ്ത് ആണ്. എത്രയാ? 60 ഡിഗ്രി ആണ്. അവിടെ ആംഗിൾ കൃത്യമായിട്ട് നോക്കുക, 60 ഡിഗ്രി ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വെക്കുക. ജസ്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ 60 ഡിഗ്രി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഏകദേശം ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു താഴെയുള്ള ഈ ഒരു വേർട്ടെക്സിൽ തട്ടുന്ന രൂപത്തിൽ ഒരു ലൈൻ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇനി കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഈ ഒരു ലൈൻ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? 4.5 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പം എന്താ ചെയ്യുക, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈന് ഈ താഴെ നിന്ന് അളവെടുക്കുക. താഴെ നിന്ന് അളവെടുത്തിട്ട് 4.5 എവിടെയാണ് വരുന്നത്, അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പോയിന്റും ഈ മുകളിലുള്ള ഈ ഒരു പോയിന്റും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ യോജിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പിക്ചർ അവിടെ കറക്റ്റാക്കി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പിക്ചർ വരയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് given below whose volume is 48 cubic centimeters? അപ്പോൾ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാലാണ് 48 ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസിൻ്റെയും വോളിയം എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ക്യൂബിക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓർ വിഡ്ത്ത്. എന്താണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, 3 സംഭവം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഫസ്റ്റത്തെ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന ഓപ്ഷന്റെ കേസിൽ ഞാൻ അവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യാണ്. 4 × 3 × 3. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 12 × 3 36 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ CMന്റെ മുകളിൽ ഒരു ചെറിയ 3 ഇട്ട് കൊടുക്കാം. അതാണ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് എഴുതിയാലും മതി. അങ്ങനെയാണെങ്കിലും യൂണിറ്റ് കൃത്യമായിട്ട് അവിടെ എഴുതണം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ആണോ? അല്ല, കാരണം നമുക്ക് 48 കിട്ടേണ്ടത്. രണ്ടാമത് നോക്കാം, 6 × 4 × 2. 6 × 4 24 ആണ്. 24 × 2 48 വന്നു. 48 CM ഇങ്ങനെ ക്യൂബ് ഇട്ട് കൊടുത്താലും നമുക്ക് എന്താണ് അവിടെ റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ബി നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. സി ഒന്ന് നോക്കാം, 6 × 4 24 ആണ്. 24 × 3 നമുക്ക് എത്ര വരുന്നത്? 24 × 3 എന്ന് പറയുമ്പോൾ 72 ആണ് വരുന്നത്. സോ അത് നമ്മുടെ ആൻസർ അല്ല. 72 ക്യൂബിക് സെന്റിമീറ്റർ. ലാസ്റ്റ് വൺ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആണ്. അവിടെ 4 × 4 × 4 64 ആണ് നമുക്ക് വരിക. സോ അത് നമ്മുടെ ആൻസർ അല്ല. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. എ റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, ഹൈറ്റ് 25 സെന്റിമീറ്റർ. ഞാൻ ജസ്റ്റ് ആ അളവുകളൊക്കെ ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. നോക്കുക, ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ലാസ്റ്റ് വൺ ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വാറിയം ഹോൾഡ്? അപ്പോൾ വോളിയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പം വോളിയൊക്കെ കണ്ട് നമ്മൾ ക്യൂബിക് സെന്റിമീറ്ററിലെ ആൻസർ കണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. പക്ഷെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് നോക്കിയേ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ്, അവിടെ ഒരു യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ നടത്തണം. ക്യൂബിക് സെന്റിമീറ്ററിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ നിങ്ങൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ആദ്യം നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് വോളിയം കാണാം. വോളിയം ഈസ് ഈക്വൽ ടു L × B × H ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു 50 സെന്റിമീറ്റർ ഇൻറ്റു 40 സെന്റിമീറ്റർ ഇൻറ്റു 25 സെന്റിമീറ്റർ. ഓക്കെ, സോ വോളിയം ഈസ് ഈക്വൽ ടു നോക്കുക, 4 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനെ ഏതും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 50 × 40 തന്നെ ആദ്യം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ആദ്യം 40 × 25 ചെയ്താലും ആൻസർ മാറുന്നില്ല. 40 × 25 ചെയ്തു. എത്ര? 4 × 25 തന്നെ 100 ആണ്. അതിലേക്ക് 40യുടെ ആ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. സോ 1000 ആയി. ഇനി 50 × 1000 എന്ന് പറയുമ്പോൾ 50,000 ആണ് അല്ലേ?
2 into 1000 എന്ന് പറഞ്ഞാൽ 2000, 50 into 1000 എന്ന് പറഞ്ഞാൽ 50,000. ഓക്കെ, 50,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കുക, ക്യൂബിക് സെന്റിമീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലോട്ട് മാറ്റണം. സോ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 50,000-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 zeros കട്ട്, മുകളിൽ നിന്നും 3 zeros കട്ട്. സോ 50 liters ആണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 50 liters വെള്ളമാണ് ആ ഒരു അക്വേറിയത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു എ ഹൈറ്റ് ഓഫ് 20 centimeter? ഓക്കെ, അപ്പോൾ 20 centimeters ഹൈറ്റ് വരെ നമുക്ക് വെള്ളം നിറക്കണമെങ്കിൽ എത്ര വെള്ളം, അല്ലെ എത്ര ലിറ്റേഴ്സ് ഓഫ് വെള്ളം വേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. സോ നമുക്ക് ലെങ്ത് കൺസിഡർ ചെയ്യാം. ഇവിടെയും വോളിയം തന്നെയാണ് കാണേണ്ടത്. ലെങ്ത് എത്രയാണ്? നേരത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് വരുന്നത്. ലെങ്ത് 50 centimeter ആണ്. ബ്രെഡ്ത്ത് 40 centimeter ആണ്. ഹൈറ്റ് നമുക്ക് എത്ര മതി? ഹൈറ്റ് 20 centimeter മതി. ഓക്കെ, 20 centimeter വരെ നിറച്ചാൽ മതി എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം ജസ്റ്റ് കൺസിഡർ ചെയ്യാം. വോളിയം ഇസ് ഈക്വൽ ടു L into B into H. ഞാൻ പിന്നെ എഴുതുന്നില്ല, പക്ഷേ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പ്രശ്നമില്ല. L into B into H. ഓക്കെ, കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, V is equal to 50 into 40 into 20. Okay, that means V is equal to, ആദ്യം ഞാൻ 50 into 20 ചെയ്യാണ്. 50 into 20 തന്നെ 5 into 2 10 ആണ്. 50-ലും ഒരു 0 ബാക്കിയുണ്ട്, 20-ലും ഒരു 0 ബാക്കിയുണ്ട്. സോ 1000 വന്നു. ഇൻറ്റു 40. 1000 into 40 എന്ന് പറഞ്ഞാൽ വോളിയം ഇസ് ഈക്വൽ ടു 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ലിറ്റേഴ്സിലാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. സോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് 40 ലിറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതിന്റെ റീസൺ നോക്കുക, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നോക്കുക. അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഈസ് 5/15. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. 1/3യുടെ വേറൊരു ഫോമാണ് 5/15 എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ചിന്തിക്കുക, ഇവിടെ 5/15 ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് 1/3 എന്നല്ലേ കിട്ടുക. ദാറ്റ് മീൻസ് 1/3യുടെ വേറൊരു ഫോം തന്നെയാണ് 5/15. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സംഭവിക്കോ? എന്തെങ്കിലും വാല്യൂ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഓക്കെ, മുകളിലും ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 5/15 ആണ് വരുന്നത്. സോ കൃത്യമായിട്ട് ആ ഒരു ആൻസർ തന്നെയാണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്താ പറയുന്നത്? ഇഫ് 1 and 3 in 1/3 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5 വി ഗെറ്റ് 5/15. അതന്നെയല്ലേ നമ്മൾ ചെയ്തത്. സോ അതെന്താണ്? കൃത്യമായിട്ട് അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആ രീതിയിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 forms of 1/3 and 1/5 that have same denominator in different forms. അപ്പോൾ 1/3യുടെയും 1/4ൻ്റെയും സെയിം ഡിനോമിനേറ്റർ വരുന്ന ഫോംസ് എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ കൺസിഡർ ചെയ്യുക? 1/3യും അതുപോലെ തന്നെ 1/5ഉം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആവണം. 3 ആണൊരു സ്ഥലത്ത് 5 ആണ്. ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും കോമൺലി വരുന്ന മൾട്ടിപ്പിൾ എടുക്കണ്ടേ അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആവണമെങ്കിൽ 3ൻ്റെയും 5ൻ്റെയും കോമൺലി വരുന്ന മൾട്ടിപ്പിൾ എടുക്കണം. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും കോമൺലി വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ? 15 ആണ് അല്ലേ? 15 ആണ് ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. 3ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, അതുപോലെ തന്നെ 5ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്തൂടെ? 3ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ വരുന്നത്? 3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 15 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോഴോ 5, 10, 15, 20, 25 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സോ ഇവിടെ കോമൺലി വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ? 15 ആണ്. സോ നമുക്ക് ഇതിനെ ഈ 3നെ 15ലേക്ക് എത്തിക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ
ഡിനോമിനേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും അതേപോലെ 5 കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഈ 5നെ 50 എത്തിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും അതേപോലെ എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5/15 വരും ഇവിടെ, 5/15. ഇവിടെയോ, ഇവിടെ നമുക്ക് 3/15 വരും. ഓക്കെ ആണോ? 5/15 അതുപോലെ തന്നെ 3/15. ഓക്കെ, ഇനി ഈ രണ്ട് ഫ്രാക്ഷനെ ഞാൻ ഇവിടെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് എനിക്ക് കിട്ടിയ ഒന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാണ്, 5/15 അതുപോലെ തന്നെ 3/15. രണ്ടെണ്ണമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഒന്നും കൂടി കണ്ടെത്താം. ഞാനിവിടെ എന്ത് ചെയ്യാണ്, വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 5 × 2 10 ആണ്, ഡിവൈഡഡ് ബൈ 15 × 2 30 ആണ്. ഇവിടെ 3 × 2 6 ആണ്, ഡിവൈഡഡ് ബൈ 15 × 2 30 ആണ്. അപ്പോൾ അടുത്തതും കിട്ടിയല്ലോ, എത്രയാണ്, 10/30 ആൻഡ് 6/30. രണ്ട് കേസിലും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, ന്യൂമറേറ്റർ ഒബ്വിയസ്ലി ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ട് ഫ്രാക്ഷൻസിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 52 kilograms of rice is packed equally in 8 packets. Okay. ഇപ്പോൾ 52 കിലോഗ്രാം റൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾ 8 പാക്കറ്റിലാക്കിയിട്ട് കൃത്യമായിട്ട് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വിൽ ബി ഇൻ ഈച്ച് പാക്കറ്റ്? ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം ഓഫ് റൈസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്ക് പല രൂപത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. പല രൂപത്തിൽ ഇൻ ദ സെൻസ്, ഇപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത് 52 ഡിവൈഡഡ് ബൈ 8 ആണ്. ഓക്കെ, 52 ടോട്ടൽ റൈസ് ഉണ്ട്, അതിനെ 8 ഈക്വൽ ബാച്ചിലാക്കിയിട്ട് 8 ഈക്വൽ പാക്കറ്റ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഡിവൈഡ് ചെയ്യാണ്. സോ 52 ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 10/2 അല്ലെങ്കിൽ ഒരു 10/5 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 2/1 എന്നോ അല്ലെങ്കിൽ 2 എന്ന രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3/6 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 1/2 എന്നുള്ള രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലാക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ആദ്യം ഇവിടെ ഇതിൻ്റെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റാം. ഓക്കെ, 52നെ എനിക്ക് 4 × 13 എന്ന് പറഞ്ഞൂടെ. ഓക്കെ, 8നെ എനിക്ക് 4 × 2 എന്ന് പറഞ്ഞൂടെ. സോ 4നെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കോമൺലി കട്ട് ചെയ്തു. ബാക്കി എന്താ ബാക്കി വരുന്നത്, 13 ഡിവൈഡഡ് ബൈ 2 ആണ്. 13 ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ജസ്റ്റ് നോക്കുക, 13 ഡിവൈഡഡ് ബൈ 2. 30ൽ എത്ര 2 ഉണ്ട്, 6 ആണ്. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. റിമൈൻഡർ ആയിട്ട് 1 വന്നു. റിമൈൻഡർ അവിടെ നിൽക്കട്ടെ. സോ എത്രയായിരിക്കും ആൻസർ, 6. ഇവിടെ മുകളിലുള്ളത് എന്ത് ചെയ്യുക, ഫസ്റ്റ് വോൾ നമ്പർ പാർട്ടായിട്ട് എഴുതുക, റിമൈൻഡർ മുകളിൽ എഴുതുക. ഓക്കെ, ഇവിടെ എന്താണോ റിമൈൻഡർ വരുന്നത് അത് മുകളിൽ എഴുതുക. ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് നോക്കുക, ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് താഴെയും എഴുതുക. 6 1/2 കിലോഗ്രാം ആണ് ഓരോ ബാഗിലും എന്ത് ചെയ്യുക ഉണ്ടാവുക. ഇനി ഒന്നും കൂടി പറയുകയാണെങ്കിൽ 6.5 അല്ലേ. 6 1/2 എന്ന് പറഞ്ഞാൽ 6ഉം പിന്നെ ഒരു അരയും, 6ഉം ഒരു 1/2. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഓരോ ബാഗിലും എന്ത് ചെയ്യുക അവിടെ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനദർ ഫോം ഓഫ് ദി ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. അപ്പോൾ കോളം എൻ്റെ ആ ഒരു ഫ്രാക്ഷൻസ് 3 ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം, ABC എന്നുള്ള രൂപത്തിൽ. അതിൻ്റെ വേറൊരു രൂപം നിങ്ങൾക്ക് കോളം ബിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ 5/6, സെക്കൻഡ് വൺ 3/4, തേർഡ് വൺ 2/3 ആണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ കോളം ബി ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാ ഫ്രാക്ഷനെയും അതിൻ്റെ സിംപ്ലർ ഫോമിലോട്ട് മാറ്റാണ്. സോ 9/12, 9/12 9 എനിക്ക് 3 × 3 എന്ന് പറഞ്ഞൂടെ, ഡിവൈഡഡ് ബൈ 12നെ 3 × 4 എന്ന് പറഞ്ഞൂടെ. സോ 3ഉം 3ഉം കോമൺലി കട്ട് ചെയ്തു, അൾട്ടിമേറ്റ്ലി 3/4 അല്ലേ അവിടെ വരിക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 8/12 8നെ എനിക്ക് 4 × 2 എന്ന് പറഞ്ഞൂടെ, ഡിവൈഡഡ് ബൈ 12നെ 4 × 3 എന്ന് പറഞ്ഞൂടെ. സോ 4നെയും 4നെയും ക്യാൻസൽ ചെയ്തു, അൾട്ടിമേറ്റ്ലി 2/3 അല്ലേ അവിടെ വരിക. ഓക്കെ, നെക്സ്റ്റ് 10/12 10നെ എനിക്ക് 5 × 2 എന്ന് പറഞ്ഞൂടെ, ഡിവൈഡഡ് ബൈ 12നെ എനിക്ക് 6 × 2 എന്ന് പറഞ്ഞൂടെ. സോ 2നെയും ക്യാൻസൽ ചെയ്തു, അൾട്ടിമേറ്റ്ലി 5/6 ആണ് വരിക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാലോ. സോ എ എന്ന് പറയുന്നത് ഏതാണ്, 5/6 വരുന്നത് 3യിലാണ്. സോ A3. ഇനി ബിയോ,
ബി നമുക്ക് 3/4 ആണ്, ദാറ്റ് മീൻസ് 1-ലാണ് 3/4 വരുന്നത്. ഇനി സി ആണെങ്കിലോ ബാക്കിയുള്ളത് ഏതാണ്? 2 മാത്രമേ ഉള്ളൂ. സോ A3 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എയും ബിയും അതുപോലെ തന്നെ ഡിയും ആണ്. ഇനി B1 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബി മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. A3, B1 അതുപോലെ തന്നെ C2 കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓപ്ഷൻ ആൻസർ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45 ഡിവൈഡഡ് ബൈ 54 അതുപോലെ തന്നെ 32 ഡിവൈഡഡ് ബൈ 72. ഇപ്പം രണ്ടിൻ്റെയും സിംപ്ലർ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് 45 ഡിവൈഡഡ് ബൈ 54 കൺസിഡർ ചെയ്യാം. അതിൻ്റെ സിംപ്ലർ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് 45 ഡിവൈഡ് ബൈ 54, 45ന് നമുക്ക് എങ്ങനെ പറയാം? 5 × 9 എന്ന് പറഞ്ഞൂടെ? 5 × 9 ആണല്ലോ. ഡിവൈഡഡ് ബൈ 54നെയോ 6 × 9 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, 9നെയും കോമൺലി ക്യാൻസൽ ചെയ്തു. 5/6 ആണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം വരിക. ഇനി രണ്ടാമത്തേത് 32 ഡിവൈഡഡ് ബൈ 72. ഓക്കെ, 32നെ എനിക്ക് 8 × 4 എന്ന് പറഞ്ഞൂടെ? ഡിവൈഡഡ് ബൈ 72നെ എനിക്ക് 8 × 9 എന്ന് പറഞ്ഞൂടെ? സോ 8ഉം ക്യാൻസൽ ചെയ്തു. നമുക്ക് അവിടെ 4/9 ആണ് അതിൻ്റെ സിംപ്ലർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കിട്ടാം. ഓക്കെ, നമുക്ക് സി ക്വസ്റ്റിലോട്ട് പോവാം. If 20 liters of coconut oil is filled into 60 identical bottles, how many liters of coconut oil will be in each bottle? നേരത്തെ നമ്മൾ ചെയ്ത സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ 60 liters ഓഫ് കോക്കനട്ട് ഓയിൽ ഉണ്ട്. അതെന്ത് ചെയ്യാണ്? 6 ഈക്വൽ ബോട്ടിലേക്ക് അല്ലെങ്കിൽ 6 ഐഡന്റിക്കൽ ബോട്ടിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ നിറക്കാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. സോ 20 ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യേണ്ടത്. സോ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 20 ഡിവൈഡ് ബൈ 6 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ലോവസ്റ്റ് ഫ്രാക്ഷനിലോട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദാറ്റ് മീൻസ് 20യെ നമുക്ക് 10 × 2 എന്ന് പറഞ്ഞൂടെ? 6നെ നമുക്ക് 3 × 2 എന്ന് പറഞ്ഞൂടെ? 2നെ നമ്മൾ കോമൺലി കട്ട് ചെയ്തു, ബാക്കി 10/3 ആണ് വരിക. ഇനി നമുക്ക് അതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. അപ്പോൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് 10 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 10 ഡിവൈഡഡ് ബൈ 3. സോ 10ൽ എത്ര 3 ഉണ്ട്? 3 ആണ്. 3 × 3 9 വന്നു, റിമൈൻഡർ 1 വന്നു. സോ നമുക്ക് എന്താ ആൻസർ വരിക? ജസ്റ്റ് നോക്കുക, ഇവിടെ ഏതാണോ ടേം വരുന്നത്, ഇവിടെ ഏതാണോ ടേം വരുന്നത് അതാണ് നമ്മുടെ വോൾ നമ്പർ പാർട്ട് വരിക, 3. ഓക്കെ, ഇനി റിമൈൻഡർ ആണ് നമ്മുടെ മുകളിൽ വരിക. സോ 1 ബൈ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഡിനോമിനേറ്ററിൽ വരും. സോ 3 1/3 ലിറ്റേഴ്സ് ആണ് നമുക്ക് അവിടെ ഓരോ ബോട്ടിലും എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ വെസൽ വിച്ച് ഈസ് 80 സെൻറ്റിമീറ്റർ ലോങ്, 20 സെൻറ്റിമീറ്റേഴ്സ് വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അവിടെ ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് ഓർ ബ്രെഡ്ത്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഹാസ് വാട്ടർ ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ വെസലിൻ്റെ പകുതി ഭാഗം വെള്ളമുണ്ട്, അങ്ങനെയാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റേഴ്സ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, സൈഡ് 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് എന്ത് ചെയ്യാണ്? ഈ ഒരു വെസലിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ഇമ്മേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇങ്ങനെ ഒരു വെസൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു ക്യൂബ് ഇറക്കി വെക്കുകയാണ്, അതിൽ മുക്കി വെക്കുകയാണ്. അതിനാണ് ഇമ്മേഴ്സ് ചെയ്യാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കപ്പാസിറ്റി ഓഫ് ദി വെസൽ. ആ ഒരു വെസലിന്റെ ടോട്ടൽ വോളിയാണ് ചോദിക്കുന്നത്. സോ വോളിയം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു L × B × H ആണ്. L × B × H. ഇവിടെ ബീൻ്റെ പകരം W ആണ്, വിഡ്ത്താണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ വോളിയം ഈസ് ഈക്വൽ ടു 80 × 20 × 25. ഇവിടെ ലിറ്ററിലേക്ക് ആക്കാനൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഫൈൻഡ് ദി കപ്പാസിറ്റി ഓഫ് ദി വെസൽ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. സോ ക്യൂബിക് സെൻറ്റിമീറ്റർ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാം. സോ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 8 × 25 ചെയ്യാം. 8 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 25 200 ആണ്. ഓക്കെ, 200 ആണ്. പക്ഷെ നമുക്ക് 80 അവിടെ കൺസിഡർ ചെയ്യണം. നമ്മൾ 8 × 25 ആണ് 200. അപ്പോൾ 80 എന്ന് പറയുമ്പോൾ ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, ഇൻറ്റു 20. ദാറ്റ് മീൻസ് വോളിയം ഈസ് ഈക്വൽ ടു 40000. ഓക്കെ, 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക? വോളിയം വരിക. ഓക്കെ, 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ വോളിയം വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ബി ക്വസ്റ്റ്യൻ
വാട്ട് ഈസ് ദ വോളിയം ഓഫ് ക്യൂബ്? ഓക്കെ, ക്യൂബിന്റെ കേസിൽ അവിടെ ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതാണല്ലോ ഒരു ക്യൂബിന്റെ പ്രത്യേകത. ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ഒക്കെ തന്നെ സെയിം ആണ്. സോ വോളിയം ഇസ് ഈക്വൽ ടു ഞാൻ ലെങ്ത് ഇൻറ്റു ലെങ്ത് എടുക്കുന്നുണ്ട്, എല്ലതും ലെങ്ത് ആക്കി കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വോളിയം ഇസ് ഈക്വൽ ടു 20 × 20 × 20. 20 × 20 × 20 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എത്രയാ? 8 ആണ്. സോ 8ലേക്ക് 3 സീറോസും കൂടി ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ ഞാനിവിടെ ജസ്റ്റ് എറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് വരിക. ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെന്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, നമുക്ക് അതിൽ കുറച്ച് വെള്ളം, ഒരു ഹാഫ് പോർഷൻ വാട്ടർ ഉണ്ട്, അതിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ ആ ഹാഫ് പോർഷൻ വാട്ടറിലേക്ക് നമ്മൾ ആ ഒരു ക്യൂബ് ജസ്റ്റ് ഇറക്കി വെക്കുകയാണ്. ആ റെക്ടാങ്കുലർ വെസലിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ക്യൂബ് ഇറക്കി വെക്കുകയാണ്. ഒരു ക്യൂബല്ല, ഇവിടെ തന്നിരിക്കുന്ന ആ ക്യൂബ് തന്നെയാണ് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു സംഭവം ഇറക്കി വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും അല്ലേ? അതിനനുസരിച്ച് വോളിയം അതിലേക്ക് കടക്കുന്നുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യും? വെള്ളം അങ്ങനെ ഇൻക്രീസ് ആവും. നമ്മൾ പണ്ട് ഈ ഒരു കഥ പഠിച്ചിട്ടില്ല, അതായത് ഒരു കാക്ക ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കഥ നമ്മൾ കേട്ടിട്ടില്ല. അവിടെ ആക്ച്വലി ഈ ഒരു പ്രിൻസിപ്പൾ തന്നെയല്ലേ കാക്ക ഉപയോഗിക്കുന്നത്. അതായത് കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് കല്ലുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ വാട്ടർ ലെവൽ റൈസ് ചെയ്യിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കല്ലിന് തീർച്ചയായിട്ടും ഒരു വോളിയം ഉണ്ട് അല്ലേ? അപ്പോൾ കല്ലുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ആ ഒരു വാട്ടർ ലെവൽ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. വോളിയം കൂടുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ആ ഒരു വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരും. വോളിയം കൂടുക ഇൻ ദ സെൻസ് അതിൻ്റെ ഉള്ളിലുള്ള വോളിയാണ്, കപ്പാസിറ്റി അല്ല. ഇപ്പോൾ റെക്ടാങ്കുലർ വെസലിൻ്റെ ഉള്ളിൽ കല്ലിട്ടാലും ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യില്ല? ഉള്ളിൽ കൊള്ളുന്ന കപ്പാസിറ്റി കൂടുന്നില്ല. പക്ഷേ വാട്ടർ ലെവൽ ഇപ്പോൾ ഇത്ര വരെ ഉള്ളൂ. അതിനനുസരിച്ച് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാട്ടർ ലെവൽ ഉയർന്നു വരും. സോ ആ ഒരു ക്യൂബ് ഇടുന്ന സമയത്ത് ആ ക്യൂബ് അതിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ എത്ര സെൻറ്റിമീറ്റർ ഉയരും എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. സോ അതൊന്ന് നോക്കി നോക്കാം. നമ്മൾ ആ ഒരു ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്നാണ് പഠിച്ചേ? ക്യൂബിൻ്റെ വോളിയം ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. വോളിയം ഓഫ് ക്യൂബ് 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്? നമുക്ക് കാണാനുള്ളത് ഹൈറ്റ് ആണ്. അപ്പം ഇവിടെ ബാക്കിയുള്ള ലെങ്ത് ഏതൊക്കെയാണ്? നമുക്ക് അവിടെ ലെങ്ത് 80 ആണ്, അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ആണ്. സോ അത് രണ്ടും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക, 80 × 20 നമുക്ക് 1600 ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ വരുന്നുണ്ടാവുക. അതിലേക്ക് ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? വോളിയം കിട്ടും. വോളിയം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഹൈറ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു വോളിയത്തിൽ നിന്ന് ഈ ഒരു ടേം, അതായത് 1600 എന്ന് പറയുന്ന ഈ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1600. സോ 8000 ഡിവൈഡ് ബൈ 1600 ഓൾമോസ്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ ആൻസർ വരിക. അപ്പോൾ ആ ഒരു ക്യൂബ് അതിലേക്ക് ഇടുന്ന സമയത്ത് വീണ്ടും ഒരു 5 സെൻറ്റിമീറ്ററോളം എന്ത് ചെയ്യും അവിടെ ഇൻക്രീസ് ആ ഒരു വാട്ടർ ലെവലിന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are some of the statements written by Sina regarding the volume. ഇപ്പോൾ വോളിയത്തെ കുറിച്ചിട്ട് സീന എഴുതിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇഫ് ഓൺലി ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ് ദ വോളിയം വിൽ ഇൻക്രീസ് 4 times. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വോളിയം വരുന്നത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ. അപ്പോൾ അവിടെ ഓരോ മെഷർമെൻറ്റ്സിനും ചേഞ്ച് വരുത്തുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് വോളിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് സീന പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെ. സോ വളരെ എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റാൻഡംലി ലെങ്ത്തിനും ബ്രെഡ്ത്തിനും അതുപോലെ തന്നെ ഹൈറ്റിനും ഒക്കെ ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വാല്യൂ ഇടാം, ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഏത് വാല്യൂ ഇട്ടു എന്ന് കരുതി എന്ത് ചെയ്യില്ല, ആൻസറിൽ യാതൊരു മാറ്റവും അൾട്ടിമേറ്റ്ലി വരില്ല. സോ ഞാനിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും കൺസിഡർ ചെയ്യാണ്. ഞാൻ ലെങ്ത്ത് കൺസിഡർ ചെയ്യുന്നത് ഒരു 3 ആണ്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, മീറ്റർ ആയിക്കോട്ടെ, വാട്ടെവർ. ഓക്കെ, ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യുന്നത് 2 ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു 1 യൂണിറ്റ് ആണ്.
ഓക്കെ, ഇനി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വോളിയം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണണം. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 3 × 2 × 1 3 × 2 6 ആണ്, 6 × 1 6 ആണ്. ഓക്കെ, സോ 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആണ് എടുത്തെങ്കിൽ 6 ക്യൂബിക് സെന്റിമീറ്റർ ആവും. ഏതാണ് യൂണിറ്റ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക വോളിയം വരിക. ഇനി ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. എന്താ പറയുന്നത്? ഇഫ് ഓൺലി ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ്. ലെങ്ത് മാത്രം ഡബിൾ ചെയ്യാണ്. ഇപ്പോൾ ഉള്ള ലെങ്ത് 3 ആണ്. സോ അവിടെ ലെങ്ത് എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറും അല്ലേ? അതായത് 6 ആയിട്ട് മാറും. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ആണെങ്കിൽ സെയിം, ബ്രെഡ്ത്ത് 2 തന്നെയാണ്, ഹൈറ്റും അതുപോലെ തന്നെ 1 തന്നെയാണ്, സെയിം, അവിടെ ഒരു മാറ്റവും വരുന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് ബേസ് ചെയ്തിട്ടാണ്. നമ്മളോട് വോളിയം എടുക്കുന്ന സമയത്ത് 6 × 2 × 1 6 × 2 12 ആണ്, 12 × 1 12 തന്നെയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തെക്കാളും ഡബിൾ അല്ലേ ആവുന്നത്? നമ്മൾ ലെങ്ത് മാത്രം ഡബിൾ ചെയ്ത സമയത്ത് നമ്മുടെ വോളിയം ഡബിൾ ആവുന്നു. അവിടെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വോളിയം ഇൻക്രീസസ് 4 ടൈംസ്. ഓക്കെ, ഡബിൾ എന്ന് പറയുമ്പോൾ 2 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ 4 ടൈംസ് ആയി ഇൻക്രീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റോങ് ആണ്. ഓക്കെ, രണ്ടാമത്തത് ഇഫ് ദ വോളിയം ഓഫ് ദി റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക, രണ്ടാമത്തെ ഒരു കേസ് എടുക്കുക. ഇവിടെ 6 ആണ് വോളിയം, അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്യുന്ന സമയത്ത് വോളിയം 12 ആയിട്ട് മാറി. ഓക്കെ, ദ വിഡ്ത്ത് ഷുഡ് ഇൻക്രീസ് 4 ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ലെങ്ത് ആൻഡ് ഹൈറ്റ്. ലെങ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യണില്ല. ഇപ്പോൾ ലെങ്ത് എത്രയാണ്? 3 ആണ്, ഹൈറ്റ് 1 ആണ്. ഒറിജിനൽ ആണ് നോക്കേണ്ടത്. ഇതാണ് ഒറിജിനൽ. ബാക്കി നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യുന്നില്ല. ബ്രെഡ്ത്ത് എത്ര ആക്കിയിട്ടാണ് മാറ്റണം? ബ്രെഡ്ത്ത് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യണം. 4 ടൈംസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ 2 × 4 നമുക്ക് എത്രയാണ് വരിക? 8 ആണ് വരിക. ഓക്കെ, സോ 3 × 8 × 1 വോളിയം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് 24 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 12 ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതും രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ദ വോളിയം ഓഫ് ദി റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് 4 ടൈംസ്. ഇപ്പോൾ വോളിയം 4 ടൈംസ് ആവുകയാണ്. 4 ടൈംസ് ആവുക എന്ന് പറയുമ്പോൾ 6 × 4 24 ആവണം വോളിയം. ഓക്കെ, അങ്ങനെ വോളിയം 24 ആവുന്ന സമയത്ത് വേറെ എന്താ അവർ പറയുന്നത്? ഓക്കെ, ജസ്റ്റ് നോക്കി, ഞാനിവിടെ 24 ഇതിൻ്റെ വോളിയം ആയിട്ടുള്ള 24 ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒറിജിനൽ വോളിയം ആയിട്ടുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനൊന്ന് ജസ്റ്റ് മുകളിലോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, സോ വോളിയം 4 ടൈംസ് ആവുന്ന സമയത്ത് എനി ഓഫ് ഇറ്റ്സ് 2 മെഷേഴ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഷുഡ് ബി ഡബിൾഡ്. അതായത് ലെങ്ത്തിലോ വിഡ്ത്തിലോ ഹൈറ്റിലോ ഏതെങ്കിലും 2 ചേഞ്ച് ചെയ്തിരിക്കണം. ഏതെങ്കിലും 2 ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ 2 എന്താക്കണം? ഡബിൾ ചെയ്തിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഡബിൾ ആക്കാണ്. ഇപ്പോൾ 3 ഉള്ള ലെങ്ത് എന്തായി? 6 ആയി. അതുപോലെ തന്നെ 2 ഉള്ള ബ്രെഡ്ത്ത് എന്തായി? 4 ആയിട്ട് മാറി. ഹൈറ്റ് അങ്ങനെ തന്നെ. 2 മാത്രമാണ് നമ്മളോട് ചേഞ്ച് ആക്കാൻ പറഞ്ഞത്. സോ 6 × 4 കൃത്യമായിട്ട് നമുക്ക് 24 വരുന്നുണ്ട്. ആ 24 ഇവിടെ വരുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 3 നമുക്ക് ട്രൂ ആയിട്ടാണ് വരുന്നത്. അവർ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കുലർ ബ്ലോക്ക് ആർ ഡബിൾഡ് ദ വോളിയം ഇൻക്രീസസ് 8 ടൈംസ്. അപ്പം എല്ലാതും ഡബിൾ ചെയ്യാണ്. സോ ഫസ്റ്റത്തെ കേസ് നോക്കാം. ലെങ്ത് ഡബിൾ ചെയ്യുന്ന സമയത്ത് 6 ആയിട്ട് മാറും. ബ്രെഡ്ത്ത് ഡബിൾ ചെയ്യുക 2 × 2 എത്രയാണ്? 4 ആയിട്ട് മാറും. ഹൈറ്റ് ഡബിൾ ചെയ്യുക 1 × 2 2 ആയിട്ട് മാറും. സോ അവിടെ വോളിയം അവർ പറയുന്നത് 8 ടൈംസ് ആവും എന്നുള്ളതാണ്. ഓക്കെ, 8 ടൈംസ് ആവുക എന്ന് പറയുമ്പോൾ 8 × 6 48 ആവണം. ഇവിടെ 48 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. 6 × 4 24 ആണ്. 24 × 2 48 തന്നെയാണ് കിട്ടുന്നത്. സോ അതും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ലാസ്റ്റിലെ 2 സ്റ്റേറ്റ്മെന്റ് 3ഉം അതുപോലെ തന്നെ 4ഉം കൃത്യമായിട്ട് ട്രൂ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു വാല്യൂ എടുത്തിട്ടാണ് ചെയ്തത്. ഇനി വാല്യൂ എടുക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് എല്ലും ബിയും എച്ചും എടുത്തിട്ട് ഇപ്പോൾ 2 ടൈംസ് എൽ എന്ന് പറയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത്തിനെ ഡബിൾ ആക്കണം എന്ന് പറയുമ്പോൾ അതിന് 2L ആക്കിയാൽ മതി. 2 × L. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്താണ്? അവിടെ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ, അതായത് എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, സോ പ്രൂവ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ജസ്റ്റ് LBH എന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് പ്രൂവ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ 3ഉം 4ഉം ആണ് നമുക്ക് അവിടെ ട്രൂ ആയിട്ട് കിട്ടിയത്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി 3 and 4 എന്നുള്ളതാണ് നമുക്ക് വരിക അല്ലെ. 3 and 4 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
അവിടെ രണ്ട് ഫിഗേഴ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സർക്കിൾസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സർക്കിളിൻ്റെ ഒരു 1/3 പോർഷൻ ഷെയ്ഡഡ് ആണ്, അതായത് 3 ഏരിയാസ് ആക്കിയിട്ട് മാറ്റി അതിൽ ഒരു ഭാഗം ഷെയ്ഡഡ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ 12 ഈക്വൽ പോർഷൻസ് നിങ്ങൾക്ക് കാണാം. 12 ഈക്വൽ ഏരിയാസ് ആക്കിയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അതിൽ 5 പോർഷൻസ് ഷെയ്ഡഡ് ആണ്. ദാറ്റ് മീൻസ് 5/12 അവിടെ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് 12ൽ 5 പാർട്ട് ഷെയ്ഡഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ 3ൽ 1 പാർട്ട് ഷെയ്ഡഡ് ആണ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ സം ഓഫ് ഫ്രാക്ഷൻസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ദ ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സർക്കിൾ? താഴെ തന്നിരിക്കുന്ന ആ സർക്കിളിൽ അതിൻ്റെ ആ ഷെയ്ഡഡ് പാർട്ട് എല്ലതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സമ്മായിട്ട് എത്രയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഫിഗറിൽ എത്ര എണ്ണമാണ് 12 പോർഷൻസ് അല്ലേ ആക്കിയത്, അതുപോലെ ഈ ഒരു പിക്ചറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് 12 പോർഷൻസ് ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റും. സോ ഓരോന്നിലും എന്ത് ചെയ്യുക? ജസ്റ്റ് 4 പോർഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? അതിനെ കട്ട് ചെയ്യുക. ഇവിടെ 4 പോർഷൻസ് ആക്കി, അടുത്തത് ഈ ഒരു പോർഷൻസിലും 4 പോർഷൻ ആക്കി, ഇവിടെയും 4 പോർഷൻ ആക്കി. ഓക്കെ, സോ ഇവിടെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ജസ്റ്റ് നോക്കുക, നമ്മൾ അതിനെ 12 പോർഷൻസ് ആക്കി. ആ 12ൽ എത്ര എണ്ണമാണ് ഷെയ്ഡഡ്? 12ൽ 4 എണ്ണമാണ് ഷെയ്ഡഡ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4/12 പ്ലസ് 5/12 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റും. 4 + 5 9 ആണ്. 9 ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ, കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ, അത് ജസ്റ്റ് താഴോട്ട് കൊടുക്കുക. 9/12 ആണ് നിങ്ങൾക്ക് ആൻസർ വരിക. ഓക്കെ, സോ ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 1/3 + 5/12 = 9/12. ഓപ്ഷൻ ബി ആണല്ലേ നമുക്ക് അങ്ങനെ വരുന്നത്, 9/12 ആയിട്ട്. ഓക്കെ, ആ 9/12 നമുക്ക് സിംപ്ലർ ഫോമിലോട്ട് മാറ്റാനൊക്കെ പറ്റൂട്ടോ, പക്ഷേ അവരങ്ങനെയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി അങ്ങനെ 9/12 ചെയ്യാം. ഇനി ഇങ്ങനെ നമ്മൾ 12 പോർഷൻസ് ആക്കാതെ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കുക, 1/3 + 5/12 അല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ 3നെ എനിക്ക് 12ലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3നെ എനിക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ടേമിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ആ ഒരു ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 4 4 ആണ്, ഡിവൈഡഡ് ബൈ 3 × 4 12 ആണ്, പ്ലസ് 5/12 വന്നു. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി, 12ഉം 12ഉം. അപ്പോൾ ഡയറക്റ്റ്ലി ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. 9/12 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി നമുക്ക് അവിടെ കൃത്യമായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There are 2 bottles of 4.5 ലിറ്റർ കപ്പാസിറ്റി, അല്ലെങ്കിൽ 4.5 അല്ലെങ്കിൽ 4/1/2 ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ 2 ബോട്ടിൽസ് ഉണ്ട്. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 4/1/2 ലിറ്റർ ആണ്. ഓക്കെ, one of them contains 3/1/2 liters of milk and second contain 2 3/4 liters of milk. Milk is poured from one bottle to other until one bottle is full. അപ്പോൾ എന്ത് ചെയ്യാണ്? 2 ബോട്ടിൽ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിൻ്റെ കപ്പാസിറ്റിയാണ് ആദ്യം കൊടുക്കുന്നത്. ഓരോന്നിൻ്റെയും 4/1/2 ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നിൽ എത്ര ഉണ്ട്? 3/1/2 ലിറ്റേഴ്സ് മിൽക്ക് ഉണ്ട്. രണ്ടാമത്തതിലാണെങ്കിൽ 2 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഒരു ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് എന്ത് ചെയ്യാണ്? മിൽക്ക് ജസ്റ്റ് ഒഴിക്കാണ്. എത്ര വരെയാണ് ഒഴിക്കുന്നത്? ആ ഒരു ബോട്ടിൽ ഫില്ലാവുന്നത് വരെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഫില്ലാവുന്നത് വരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ ഫില്ലായി, ബാക്കിയുള്ള ബോട്ടിൽ കുറച്ച് മിൽക്ക് ഉണ്ടായിരിക്കും. ആ ബാക്കിയുള്ള മിൽക്ക് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരു ചെറിയ ബോട്ടിലുണ്ട്. ആ ബോട്ടിലിൽ കൊള്ളുന്ന അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4/1/2 ആണ്. ഓക്കെ, അതിലിപ്പോൾ എത്ര മിൽക്കാണ് പക്ഷേ ഉള്ളത്? 4/1/2 അത്രയും മിൽക്ക് ഉണ്ടോ? ഇല്ല. മിൽക്ക് എത്രയാണ് ഉള്ളത്? മിൽക്ക് ഉള്ളത് 3/1/2 ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. രണ്ടാമത്തെ ഒരു ബോട്ടിലുണ്ട്. ഓക്കെ, ആ രണ്ടാമത്തെ ബോട്ടിലാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ 4/1/2 എന്ത് ചെയ്യും? മിൽക്ക് കൊള്ളും. പക്ഷെ അവിടെ എത്രയേ ഉള്ളൂ? അവിടെ നമുക്ക് 2 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്കേ ഉള്ളൂ. ഇനി എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പം അവരെന്ത് ചെയ്യാണ്? എക്സാമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് ഈ 2 3/4 മിൽക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിക്കുകയാണ്. അതായത് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ ഫില്ലാവുന്നത് വരെ ഒഴിക്കുകയാണ്. അപ്പോൾ ഫില്ലാവുന്നത് വരെ ഒഴിച്ചാലും ബാക്കി ഇതിൽ കുറച്ച് മിൽക്ക് ഉണ്ടാവും അല്ലേ? ബാക്കി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് മിൽക്ക് ഉണ്ടാവും. ആ മിൽക്ക് ബാക്കിയുള്ളത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. എടാ, വളരെ ബേസിക് ആയിട്ട് ചിന്തിക്ക്. ഇവിടെ 4/1/2 അത്രയും മിൽക്കാണ് കൊള്ളുക, അല്ലെങ്കിൽ അത്രയാണ് കപ്പാസിറ്റി. അവിടെ ഓൾറെഡി 3/1/2 ഉണ്ട്.
അപ്പൊ ഇനി എത്രയും കൂടി നമുക്ക് ഒഴിക്കാൻ പറ്റും? ഇനി 1 ലിറ്ററും കൂടി അല്ലേ നമുക്ക് ഒഴിക്കാൻ പറ്റുക. അതായത് 3.5 അതായത് 3.5 3/2 3/1/2 എന്ന് പറയുന്നത്. ആ 3/1/2ലേക്ക് ഒരു 1 കൂടി ആഡ് ചെയ്താൽ 4/1/2 ആയില്ലേ. സോ ഇവിടെ ഈ 2 3/4 എന്ന് 1 ലിറ്റർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താവും? ഫില്ലാവും. സോ ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 2 3/4 എന്ന് നമ്മൾ 1 ലിറ്ററിന് അങ്ങോട്ടേക്ക് കൊടുത്തു. ബാക്കി 1 3/4 ലിറ്റർ ഇവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ലോജിക്കൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ 1 3/4 ലിറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക ഇവിടെ ബാക്കി ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1? 1ന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ഓരോ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. 1/2 + 1/4 + 1/4 ആണ്. സോ ഈ 1/2നെ നമ്മൾ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ 2/4 + 1/4 + 1/4. എല്ലാത്തിൻ്റെയും താഴ്ഭാഗം ഈക്വൽ ആയില്ലേ, ഡിനോമിനേറ്റർ ഈക്വൽ ആയില്ലേ. അപ്പോൾ ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്യുക. 2 + 1 + 1 ദാറ്റ് മീൻസ് 4 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും 4 ആണ്. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ കൃത്യമായിട്ട് അവിടെ നമുക്ക് 1 ആണ് വരുന്നത്. അതല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നോട്ട് ഈക്വൽ ടു 1 ആണ് കിട്ടേണ്ടത്. രണ്ടാമത് നോക്കാം, നമുക്ക് 2ഉം 3ഉം 6ഉം ആണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും 6ലേക്ക് എത്തിക്കുക. 6ലേക്ക് എത്തിക്കാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി 1 × 3 3 ആണ്, ഡിവൈഡഡ് ബൈ 6 വരും. 1 × 2 2 ആണ്, 2 ഡിവൈഡഡ് ബൈ 6 വന്നു, പ്ലസ് 1/6 വന്നു. സോ ഡിനോമിനേറ്ററിലൊന്നും ഈക്വലായി 6 ആണ്. ന്യൂമറേറ്ററിൽ എന്താ വരിക? 3 + 2 + 1, അതും 6 തന്നെയാണ്. സോ 6/6 നമുക്ക് അൾട്ടിമേറ്റ്ലി ആൻസർ അവിടെയും 1 വന്നു. നെക്സ്റ്റ് നോക്കാം, ഇവിടെ രണ്ടിടത്തും 8 ഉണ്ട്. അപ്പോൾ ഇതിനെയും 8ലേക്ക് എത്തിച്ചാൽ മതി. 8ലേക്ക് എത്തിക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3നെയും ന്യൂമറേറ്ററിലും 2 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 × 2 6 ആണ്. 6/8 + 1/8 + 1/8 ഈക്വൽ ടു 6 + 1 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ 8/8 വരും. 8/8 ഈക്വൽ ടു അവിടെയും 1 ആണ്. ലാസ്റ്റത്തെ നോക്കാം, ഇവിടെ നമുക്ക് ഇതിനെ 2നെയും 3നെയും 4നെയും കോമൺലി വരുന്ന മൾട്ടിപ്പിൾ 12 ആണ്. അപ്പോൾ ഇവിടെ 12ലേക്ക് എത്തിക്കാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 6 ആണ് 12. അപ്പോൾ ന്യൂമറേറ്ററിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12ലേക്ക് എത്തുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ന്യൂമറേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിലും എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 6/12 + 4/12 + 3/12. ഓക്കെ, 6 + 4 10 ആണ്. 10 + 3 13 ആണ് വരിക. ഓക്കെ, അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 12 എന്നാണ് വരിക. 13 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 1 ആണോ? അല്ല. സോ ഇതാണ് നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് അവിടെ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഖിൽസ് ഹൗസ് ഹാസ് കാറ്റിൽ റിയറിംഗ്. വൺ ഡേ ദേ ഗോട്ട് 6 1/2 ലിറ്റർ ഓഫ് മിൽക്ക് ഇൻ മോർണിംഗ്. ഓക്കെ, അപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിൽ റിയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇപ്പോൾ പശുവിനൊക്കെ വളർത്തുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവർ പശുവിനെ കറക്കൂല്ലേ. അപ്പോൾ മോർണിംഗിൽ അവർക്ക് കിട്ടിയ മിൽക്ക് എന്ന് പറയുന്നത്, മോർണിംഗിൽ അവർക്ക് കിട്ടിയത് എത്രയാണ്? മോർണിംഗിൽ 6 1/2 ലിറ്റർ ആണ്. ഓക്കെ, ആൻഡ് 5 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിലോ 5 3/4. ഓക്കെ, ഓൺ ദാറ്റ് ഡേ ദേ ഗേവ് 10 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ടു ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് എത്രയാണ് കൊടുത്തത്? സൊസൈറ്റിക്ക് കൊടുത്തത് അവർ 10 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്കാണ്. റിമൈനിങ് മിൽക്ക് വാസ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. അപ്പോൾ സൊസൈറ്റിക്ക് കൊടുത്തു, ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യണം? അവരുടെ വീട്ടാവശ്യങ്ങൾക്ക്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് നീഡ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ ആണ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എടാ, ഈ 10 1/2, അതായത് 10.5 അല്ലേ ഉദ്ദേശിക്കുന്നത്? 10 1/2, ഒരു 10ഉം ഒരു ഹാഫും, 10 ലിറ്ററും പിന്നെ ഒരു ഹാഫ് ലിറ്ററും, 10.5 ലിറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ 10.5 ലിറ്റർ അതിൽ 6.5 ലിറ്റർ ഇവിടെ തന്നെ എടുത്തു. മോർണിംഗിലുള്ള ആ ഒരു 6.5 ഇവിടെ കൊടുത്തു. ഇനി ഈവനിങ് ഉള്ളതിന് എത്ര ലിറ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത്? 4 ലിറ്ററും കൂടി എടുത്താൽ പോരെ? ഓക്കെ, സൊസൈറ്റിക്ക് നമുക്ക് ഓൾറെഡി കൊടുക്കേണ്ടത് എത്രയാണ്? 10 1/2 ലിറ്റർ ആണ്. ആ 10 1/2 കൊടുക്കാനുള്ളതിന് രാവിലത്തതിൽ നിന്ന് 6 1/2 ഡയറക്റ്റ്ലി എടുത്തു. ഇനി നമുക്ക് എത്ര വേണ്ടത്? ഇനി നമുക്കൊരു 4 ലിറ്ററും കൂടി മതി. ആ ഒരു 4 ലിറ്റർ നമുക്ക് ഈവനിംഗ് നിന്ന് എടുത്തൂടെ? അപ്പോൾ ഈവനിംഗ് നിന്ന് ആ ഒരു 4ഉം കൂടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? ജസ്റ്റ് നോക്കുക. 5 3/4 എന്ന് നമ്മൾ 4 ലിറ്റർ എടുത്തു. അപ്പോൾ ബാക്കി ഉണ്ടാവുക 1 3/4 ലിറ്റർ ആണ്. ആ 1 3/4 ലിറ്റർ ആയിരിക്കും അവർ എന്തിനു ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. സോ എത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദി പാറ്റേൺ ഗിവൺ ബിലോ ആൻഡ് ഷെയ്ഡ് ഇറ്റ്.
താഴെ തന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾക്കൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യാനും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ആണ് ബേസ് ലൈൻ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. 6 സെൻറ്റിമീറ്റർ, അതിൽ 2 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരുന്ന ആ ഒരു പോർഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു 6 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ വരക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 6 മീറ്റർ കോമ്പസിൽ അളക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഈ ഒരു പോർഷനും അതേപോലെ ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ആ ഒരു ആർക്ക് കൂട്ടിമുട്ടുന്ന പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ കൂട്ടി വരച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്യാം, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെ നിങ്ങൾ അതേപോലെ എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തു. ഓക്കെ, സോ 2 സെൻറ്റിമീറ്ററിൻ്റെ കൃത്യമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ സൈഡിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 ലൈനിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, 6 സെൻറ്റിമീറ്ററിന് വരുന്ന രൂപത്തിൽ വേറൊരു ട്രയാങ്കിളും കൂടി നമുക്ക് അവിടെ വരക്കാം. ഇനി കൃത്യമായിട്ട് ഈ ഓപ്പോസിറ്റ് എഡ്ജസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഓപ്പോസിറ്റ് എഡ്ജസ് ഒക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ്, അതായത് ഇത് ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, അതും കൂടി ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ലാത്ത ലൈൻസ്, മിക്കവാറും ഈ സെൻറ്ററിലുള്ള ലൈൻസ് ആണ് നമുക്ക് അവിടെ ആവശ്യം ഉണ്ടാവാത്ത ലൈൻസ് ഉണ്ടാവുക. സോ ആ ഒരു ലൈൻസ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, സോ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പിക്ചർ എന്ത് ചെയ്യും, അങ്ങനെ കിട്ടും. അപ്പോൾ സ്കെയിൽ വെച്ച് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് രൂപത്തിൽ ആ ഒരു കംപ്ലീഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു പിക്ചർ അവിടെ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/6 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ആ സർക്കിളിൻ്റെ 1/6 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷർ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആ ഒരു മെഷർ ചെയ്ത ഭാഗത്തിൻ്റെ ആംഗിൾ മെഷർ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ 6 ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യാണ്, മുറിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിളും അതേപോലെ 6 ഈക്വൽ പോർഷൻസ് ആവില്ലേ. ദാറ്റ് മീൻസ് 360 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. അൾട്ടിമേറ്റ്ലി ആൻസർ നമുക്ക് 60 ഡിഗ്രി എന്ന് വരും. അൾട്ടിമേറ്റ്ലി നമുക്ക് ആൻസർ കാണാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഓപ്ഷൻ വരിക എന്നുള്ളതാണ്. സോ 360 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ എക്സാമിന് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ. നിങ്ങളുടെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.